മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. വിനിത വിജി വിവരങ്ങൾ നമ്മൾ ചേരുന്നു. വിനിത, മുഖ്യമന്ത്രി രാജിവെക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു, അതെന്തായാലും യാഥാർത്ഥ്യമാകുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്ന ചില സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ വാർത്ത നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പശ്ചാത്തലം കൂടി ആ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എൻ ബിരേൻ സിംഗിന് പകരം അടുത്തത് ആര് എന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുമായി ഒരു സമവായത്തിലേക്ക് എത്തുന്നതിലൊക്കെ തന്നെ കൃത്യത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്താനോ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി എം പി സംബിത് പാത്രയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗം പലതവണ ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കുക്കി MLA മാരുമായി സംബിത് പാത്ര നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ സമവായം ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഇതാ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ബിരേൻ സിംഗിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭ്യൂഹങ്ങളും അദ്ദേഹം രാജിവെക്കണമെന്നൊക്കെ ചില ആവശ്യങ്ങളും ഒക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിലെത്തി മടങ്ങിയതിനു ശേഷമായിരുന്നു അപ്രതീക്ഷിതമായി എൻ ബിരേൻ സിംഗ് രാജിവെച്ചത്. അതിന് പിന്നാലെ മറ്റൊരു മന്ത്രിയെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകളൊക്കെ തന്നെ സംബിത് പാത്ര MPയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സമവായം ഉണ്ടായിരുന്നില്ല. തുടർന്ന് 2 തവണ സംബിത് പാത്ര തന്നെ ഗവർണറെ കാണുകയും ആ സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, വിനിതാണ് വിവരങ്ങൾ. അടുത്ത